മമ്മ ഇന്ന് ട്രിപ്പിൽ പോകും. ഇസു എന്നാ ട്രിപ്പിൽ പോണേ? അപ്പൊ ഞങ്ങൾ രാവിലെ വന്നിട്ട് ഒന്ന് ഫ്രഷ് ആവട്ടെ. ഫ്രഷ് ആയിട്ട് ഇനി ബാക്കി ധൈര്യം ഫുഡ് കഴിച്ച് നോക്ക്, ധൈര്യം കിട്ടും. ആ ധൈര്യം ഞങ്ങൾ ഷേക്കടിക്ക് തിരക്കിട്ട് നാട്ടുകായൽ തിരകൾ തുടിക്കുന്നു തകതിവിരുവേ അമ്പിളിച്ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിവിരുവേ. ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു ട്രിപ്പ് പോയ വീഡിയോ ആണ് കേട്ടോ. ട്രിപ്പ് പോയത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു പുതിയ കമ്പനീൻ്റെ കൂടെയാണ് ട്രിപ്പ് പോകുന്നത്. അതായത് ഞങ്ങൾ ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിന് നമ്മൾ പോകുന്നത് സുലുണ്ട്, ഇന്നുമോളുണ്ട്, സായിക്കുട്ടനുണ്ട്, ഉണ്ണിക്കുട്ടനുണ്ട്, പിന്നെ സ്പെഷ്യലായിട്ടുള്ളത് കുഞ്ചൂസാണ് കേട്ടോ. കുഞ്ചൂസിന് എല്ലാവർക്കും അറിയുണ്ടാവും, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരേ ഒരു സിസ്റ്ററാണ്. അപ്പം ആളുടെ കല്യാണത്തിന് മുന്നേ ആയിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ട്രിപ്പ് കൊണ്ടുപോകണമെന്നൊക്കെ എപ്പോഴും പറയും കേട്ടോ. അപ്പോൾ ആൾക്ക് ക്ലിനിക്കിൽ നിന്ന് എപ്പോഴും ലീവ് കിട്ടാറില്ല. ആളൊരു ഡെന്റിസ്റ്റാണ്. മമ്മ ഇന്ന് ട്രിപ്പിൽ പോകും. ഇസു എന്നാ ട്രിപ്പിൽ പോണേ? തിങ്കളാഴ്ച. ഇസു മൺഡേ ട്രിപ്പിൽ പോകും. മമ്മ ഇന്ന് പോകും അല്ലേ? നിനക്ക് സങ്കടം ഉണ്ടോ മമ്മ ട്രിപ്പിൽ പോകുന്നത്? ഇന്നലെ വരെ സങ്കടം കൂടെ ഇറങ്ങാൻ വെച്ചില്ലേ? ഇന്നലെ വരെ സങ്കടം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അവന് ഞാനില്ല. ഒരു ഭാഗത്ത് ഇസു, ഒരു ഭാഗത്ത് ഇന്ന് മെച്ചിന്റെ ഉറക്കം കുശാലാവും. അപ്പൊ ഞാൻ വാപ്പന്റെ കൂടെ കാരണം ഓഹോ, ഇന്ന് അത് വീണ്ടും ആവർത്തിക്കും. അപ്പോൾ ഇന്നാണ് കേട്ടോ, ഇന്ന് നൈറ്റാണ് നമ്മൾ പോകുന്നത്. ബസ്സിലാണ് പോകുന്നത്, സ്ലീപ്പർ കോച്ച് ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റ് ഒരു 12 o'clock ബസ്. അപ്പോൾ രാവിലെ ഒരു 6 o'clock ആകുമ്പോഴത്തേനും നമ്മൾ ട്രിവാൻഡ്രത്ത് വർക്കലയിലെത്തും. ഓക്കെ, അതാണ് വർക്കലയിലാണ് കേട്ടോ ഞങ്ങൾ ട്രിപ്പ് പോകുന്നത്. ഇപ്പോൾ ഈയിടെയായിട്ട് എപ്പോഴും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ കാണാറില്ലേ, വർക്കല ബീച്ചും അതിൻ്റെ സൈഡിൽ ഒരുപാട് റിസോർട്ട്സ് ഉള്ള. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് സാറ്റർഡേ നൈറ്റ് ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് കയറും. അപ്പോൾ സൺഡേ മോർണിംഗ് ഇവിടെ എത്തും. അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാൻ. പെട്ടെന്നുണ്ടായ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര പ്രീ പ്ലാനിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് സുഡിയോയിൽ പോയിട്ട് 1-2 ഡ്രസ്സ് വാങ്ങിച്ചു കേട്ടോ. ഇതിങ്ങനെ ഒരു ബനിയൻ ക്ലോത്തിന്റെ ഒരു കോഡ് സെറ്റ് ആണ്. അപ്പോൾ ഞാനിത് എപ്പോഴും വാങ്ങിക്കുമ്പോൾ പാൻസ് എപ്പോഴും ഞാൻ എക്സൽ സൈസിലാണ് വാങ്ങിക്കുക. ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ലാർജ് ഓർ മീഡിയം, അതന്നെ നമുക്ക് ഓക്കെ ആയിരിക്കും. പിന്നെ ഇതാ ഇങ്ങനത്തെ ഹൈനെക്കുള്ള ഇതുപോലത്തെ ഫുൾ സ്ലീവ് ടീഷർട്ട് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും ഞാൻ എപ്പോഴും വാങ്ങിക്കും. ഇത് ഞാൻ മീഡിയം സൈസിലാണ് കേട്ടോ. ഇതിന്റെ ബ്ലാക്കും ഈ ഒരു ക്രീം കളറും രണ്ടും വാങ്ങിച്ചത്. പിന്നെ ഈ ട്രിപ്പിന് മക്കളെ കൊണ്ടുപോകണില്ല, ആദ്യം മക്കളുമായിട്ട് പോകാന്ന് കേട്ടോ വിചാരിച്ചത്. അപ്പം നോക്കുമ്പോൾ ഐസിന് ഈ മൺഡേ അവനക്ക് ടൂറുണ്ട്, അതുപോലെ ആസൂക്കും സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. അപ്പം എന്തായാലും ഉമ്മച്ചില്ലാത്തതുകൊണ്ട് അവരെ കൊണ്ടുപോകണ്ട എന്നാൽ പിന്നെ ഫസ്റ്റ് ആയിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകണേ. അപ്പം എന്തായാലും ഇനി നടക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചു അവരില്ല കേട്ടോ. പിന്നെ ഈ റെഡ് ചെരുപ്പും ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാണ്. അത് 37 inches ആണ് കേട്ടോ എനിക്കുള്ളത്. പിന്നെ ഈ നമ്മൾ സ്ഥിരം ഈ ഹാൻഡ് ക്രീം, വൈപ്സ് ഇതൊക്കെ സ്റ്റുഡിയോയിൽ പോയാൽ ബോണസ് ആയിട്ട് വാങ്ങിക്കുന്നതാണ്. എനിക്കിങ്ങനെ ട്രിപ്പ് പോകുന്നത് ഭയങ്കര ഇഷ്ടം. ഏത് ഗ്യാങ്ങിന്റെ കൂടെയാണെങ്കിലും അതിലൊരാൾ ഞാനായിരിക്കും. പിന്നെ ഈ ബാഗ് നമ്മളിവിടെ സിസോ ഇല്ലേ, സിൻഡിക്കേറ്റ് മോളിലത്തെ സിസോ വെറൈറ്റി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഈ ബ്ലൂ കുഞ്ഞു കുഞ്ഞു ബാഗുകൾ ഞാൻ മുന്നേ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും ഇന്നർവേഴ്സ് ഒരു പാക്കറ്റിൽ, അതുപോലെ ഷോളുകൾ അയൺ ചെയ്ത ഒരു പാക്കറ്റിൽ, അങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഈസി ആണല്ലോ. പിന്നെ ഈ ഗ്രീൻ ബാഗ് എടുത്ത് മുന്നേ ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു ഹെന്ന ഫാൻസിന്ന് സംതിങ് വാങ്ങിച്ചതാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഹസോട്ടിന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവെക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരേ ഒരു ആന്തരികമായിട്ട് ഉണ്ണിക്കുട്ടനാണ് നമ്മളെ കൂടെ ട്രിപ്പിന് വരുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളോട് ഞാൻ വേഗം ഉണ്ണിക്കുട്ടൻ്റെ ബാഗ് കുറച്ചൊരു വലുതാണ് കേട്ടോ, അതിൽ വെച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ നടക്കാനൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ട്രോളി ബാഗ് കൊണ്ടുപോയാൽ ഭയങ്കര റിസ്ക് ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ടൂറിസ്റ്റ് ബാഗ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ ബാഗ് കേട്ടോ, അതിൽ കുറച്ചിൻ്റെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ജലദോഷം പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ടൂർ പോകാൻ പറ്റില്ല സ്കൂളിൽ, വെള്ളത്തിൽ കളിക്കണ്ട. ബസ് അങ്ങാടിപ്പുറത്ത് നിന്നാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങാടിപ്പുറത്ത് നമ്മൾ സുലുത്താൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് അങ്ങനെ 12 മണിക്ക് അങ്ങാടിപ്പുറത്ത് പോയിട്ട് ബസ്സിൽ പോകുന്നതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ സുലുത്താൻ്റെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ നമ്മളെ കുഞ്ചൂസൊക്കെ അവിടെ ക്ലിനിക്ക് കഴിഞ്ഞിട്ട് ആദ്യം ഹാജരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുലു ഇന്നും അവരൊക്കെ പാക്കിങ് കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സുലുത്താൻ്റെ ബാക്കിൽ ഗ്യാങ് ഒക്കെ ഉണ്ട്. സുൽത്താന്റെ വീട്ടിൽ വന്നതായി ഇപ്പൊ സമയം ഏകദേശം 11 മണി ആവാറായി. 11:15 നമ്മളെ ബസ് ഉള്ളത്. അപ്പൊ ഇതെല്ലാരും ഇറങ്ങി. അപ്പൊ ഞങ്ങൾ ഇനി ബസ്സിൽ പോയിട്ട് ബാക്കി. ആദ്യം ഞങ്ങൾ ട്രെയിനിലാട്ടോ ബുക്ക് ചെയ്തത്. സെയിം ടൈമിങ് തന്നെയാണ് ട്രെയിനും. പക്ഷെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലായിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ ടിക്കറ്റ് ക്യാൻസൽ ആയപ്പോൾ ഞങ്ങൾ വേഗം ബസ് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. ഇപ്പൊ ലാസ്റ്റ് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ സങ്കടമാവാ. നല്ല രസമായിരുന്നു ആ 2-3 ദിവസങ്ങൾ. അവിടെ ചെറിയ തിരിച്ചുണ്ട്.
കൂൾ ടൈംസ് വിത്ത് മീനാണ് പേര് കൂൾ ടൈംസ് പക്ഷെ 4 ടൈംസ് നടണ്ടിരുന്നത്. ഞങ്ങളിതാ ബസ് വെയിറ്റിംഗിലാണ് ഇവിടെ. ഉണ്ണിക്കുട്ടനുണ്ട് യാത്രക്ക് വരുന്നില്ല എന്ന് പറഞ്ഞതാണ്. എന്നാലും പാല് കുടിച്ചിട്ട് ഉണ്ണിക്കുട്ടനാണ് നമ്മൾ ആകെയുള്ള രാത്രി ഒരേ ഒരു ആന്തരി. പിന്നെ സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ സുലുത്താക്ക് ബസ് ഇത്ര പേടിയാണ്. സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. ഞാൻ അവളുടെ കൂടെ അങ്ങനെ ബസ്സിൽ പോയിട്ടില്ല. അപ്പോൾ ആൾക്ക് ബസ് പ്രശ്നമല്ല, പക്ഷെ ഫ്രണ്ട് സീറ്റിലിരിക്കണം. പിന്നെ ബസ് ഇങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്നൊക്കെ ആൾക്ക് കാണണം. അല്ലാതെ ഇങ്ങനെ ഈ സ്ലീപ്പർ കോച്ച് ആകുമ്പോൾ ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കല്ലേ, അതായപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ആള് ഫുൾ കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ബസ്സിൽ. ഞാൻ പട്ടാമ്പിയിൽ ഇറങ്ങുകയാണ്, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചു പട്ടാമ്പി വഴിയാണ് പോകുന്നെങ്കിൽ എന്നാൽ സുലു പട്ടാമ്പിയിൽ ഇറങ്ങിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ പാവം താഴത്തെ അവിടെ ഒറ്റയ്ക്ക് മേലേക്കൊന്നും കയറി വന്നില്ല, കിടക്കാനൊന്നും വന്നില്ല. ആളവിടെ അങ്ങനെ ഇരുന്ന് വർക്കല എത്തിച്ചു. എന്തായാലും അപ്പോഴൊന്നും ധൈര്യം വന്നിട്ടില്ല. ഞങ്ങളിതാ ഏകദേശം ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ ആറ്റിങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആറ്റിങ്ങിൽ നിന്ന് വർക്കലേക്ക് ഇനി ഒരു 20-25 മിനിറ്റ്സ് കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഹോട്ടലൊക്കെ തരികയായിരുന്നു. വർക്കല ഈ കൊല്ലം ട്രിവാൻഡ്രം ഏകദേശം ബോർഡറിലാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ കൊല്ലത്തേക്കും ട്രിവാൻഡ്രത്തേക്കും നമ്മൾ ആദ്യമായിട്ട് വരികയാണ്. ഇപ്പം നമ്മൾ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇടുക്കി വരെ വന്നിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മളെ തലസ്ഥാനി നഗരിയിലേക്ക് നമ്മൾ വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, കാരണം കുറേ ആയിട്ട് വിചാരിക്കുന്നു തിരുവനന്തപുരം കാസർഗോഡൊക്കെ ഒന്ന് പോകണം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, ഞങ്ങളുടെ സ്റ്റേയിലേക്ക് പോവാണ് അല്ലേ ഇവിടെ. എന്താക്കും നെയ്റോസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉഷാർന്ന് കാണാലോ കേട്ടോ. ഇനി സ്റ്റേയിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വേണം ബാക്കി. ഞങ്ങൾ രാത്രി ഉറങ്ങി നീച്ച പാടാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു 20-25 മിനിറ്റ്സോടെ നമ്മളിതാ നമ്മുടെ വർക്കലയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റേയുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ നമ്മുടെ റിസോർട്ട്, സൺവ്യൂ ബീച്ച് റിസോർട്ടാണ്. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ റൂം തൊട്ടപ്പുറത്താണ് കേട്ടോ ട്രൈപോഡൊക്കെ. ഓക്കെ, താങ്ക് യു. ഇതാണ് ഞങ്ങൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്ന റിസോർട്ട് ഇതാണ് കേട്ടോ, സൺവ്യൂ ബീച്ച് റിസോർട്ടാണിത്. ഇവിടെ ഇത് പൂളാണ്, തൊട്ടപ്പുറത്ത് തന്നെ ബീച്ച് സൈഡാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ലൊക്കേഷനാണ് ഇവിടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ രാവിലെ വന്നിട്ട് ഇനി ഒന്ന് ഫ്രഷ്. ഞങ്ങളിവിടെ 2 റൂമാണ് എടുത്തിട്ടുള്ളത്. ഒന്നിലും എൻ്റെ ഉണ്ണിമോനും സായിക്കുട്ടനും, പിന്നെ ഒന്നിലും ഞങ്ങൾ സുലും ഞാനും മിന്നുമോളും കുഞ്ഞുമോളും ഞങ്ങൾ 4 പേരും കൂടിയാണ്. ഇത് നമുക്ക് കിട്ടുന്നത് മേലെയുള്ള വേറെ ആളുണ്ടോ? ഇതാണ് നമ്മളുടെ റൂം. നമ്മൾ 4 ആൾ ഇവിടെ പോകുന്നറിയില്ല, നമുക്ക് എക്സ്ട്രാ ബെഡ് തരും. ഈ റൂമിലാണ് ഞങ്ങൾക്ക് നോട്ടം കേട്ടോ, പക്ഷെ അത് ഫുള്ളായിരുന്നു കേട്ടോ. ഇനി എന്തായാലും ഇക്ക വരുമ്പോൾ ഈ റൂമിലൊന്ന് ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് വരും. അതൊക്കെ അത്ര കട്ടി കൊടുക്കണ്ട, ഒരു തവണ വന്നാൽ പിന്നെ നമുക്കിത് യൂസ്ഡ് ആവുമല്ലോ. അത് ആ റൂമിൽ ആ കാണുന്ന ഗ്ലാസ്സിന് വെള്ള കർട്ടൻ ഇട്ട റൂമിൽ. അപ്പോൾ ഏകദേശം റിസോർട്ടിന്റെ പുറത്ത് ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇനി ഒക്കെ ഒന്ന് അൺപാക്ക് ചെയ്യട്ടെ. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുന്നുകൊണ്ടൊക്കെ ഷെൽഫിൽ എടുത്ത് വെക്കാൻ സുഖമുണ്ട്. വേഗം ഞങ്ങൾ ഫ്രഷ് ആയിട്ട് പുറത്ത്. ഹലോ, ഹാപ്പി ഇതാ ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഒരു ടൂർ ലുക്കിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ കാണിച്ചിട്ടില്ല, നമ്മളെ സ്റ്റുഡിയോന്ന് എടുത്ത ഡ്രസ്സാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് ജഡായു പാറ കേട്ടിട്ടില്ലേ, ലോകത്തിലെ ബിഗ്ഗസ്റ്റ് ബേർഡ് സ്റ്റാച്ചു ആണ് ജഡായുല്. അപ്പോൾ ജഡായു പാറ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. ഏകദേശം സമയം 11-11:30 ആവാറായി കേട്ടോ. അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു 1 hour ഉണ്ട് അങ്ങോട്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് അതിന് കണ്ട ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞങ്ങളെല്ലാം റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഈവനിങ് ഒരു സൺസെറ്റ് ഒക്കെ ആകുമ്പോൾ തിരിച്ചു വരണുണ്ട് കേട്ടോ, കാരണം നമുക്ക് അവിടെ ഉള്ളൊരു വ്യൂ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഒരു ഈവനിങ് ആകുമ്പോൾ ബീച്ചിലേക്ക് തിരിച്ചെത്തണം എന്നുണ്ട്. അപ്പോൾ ഇതിന് ഞങ്ങൾ എന്തായാലും ഇതും ഒന്ന് കാണണമെന്ന് വിചാരിച്ച സ്ഥലമായിരുന്നു. എന്തായാലും അവിടെ ഒന്ന് പോയി വരട്ടെ, എന്നിട്ട് ബാക്കി ബീച്ചിൽ. ഓക്കെ, വർക്കല ഇതുവരെ വന്നിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം ഇങ്ങനെ ഒരു ട്രിപ്പ്, കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ബീച്ച് സൈഡിൽ റിസോർട്ട്സും കിട്ടും. അപ്പോൾ എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ വർക്കല ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു വിധം ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചിട്ടായിരിക്കും മിക്കവാറും ഞങ്ങൾ ജഡായു പാറയിൽ പോകുന്നുണ്ടാവും. ധൈര്യം കിട്ടുക, എന്നാ ആ ധൈര്യം ഞങ്ങൾക്ക് കാണിച്ചിരട്ടെ. ഇവളുടെ ധൈര്യം
ഫുഡ് കഴിച്ചാൽ നമുക്ക് ധൈര്യം കിട്ടും. ആ ധൈര്യം ഞങ്ങൾ എനിക്ക് ഫുഡ് നമ്മൾ പോവാം. പക്ഷെ ഞങ്ങളുടെ ജഡായു സ്വപ്നങ്ങളൊക്കെ അതോടെ പൊലിഞ്ഞു. കാരണം എന്താ വെച്ചാല് അവിടെ അവരുടെ കേബിൾ കാരണം എന്തോ കാറ്റ് കാരണം സ്റ്റക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് ജഡായുക്ക് അപ്പോൾ പോവണ്ട എന്ന് പറഞ്ഞു. മീൻസ് അവിടെ പോയിട്ട് കാര്യമില്ല, നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ജഡായു സ്വപ്നം തൽക്കാലം അവിടെ ഉപേക്ഷിച്ചു. ഒരു ജഡായു എർത്ത് സെന്ററിൽ ഈ ഒരു സ്റ്റാച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുന്നിന്റെ മുകളിലാണ്. അതായത് 1 കിലോമീറ്ററോളം അങ്ങോട്ട് സ്റ്റെപ്പ് കയറി പോകേണ്ടി വരും. 800 സംതിങ് സ്റ്റെപ്പുകൾ കയറി പോകണം. അതല്ലെങ്കിലാണ് ഈ കേബിൾ കാറിന്റെ ഓപ്ഷൻ ഉള്ളത്. അപ്പൊ ഈ കേബിൾ കാർ കാറ്റ് കാരണം സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറേണ്ടി വരും. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം വേണ്ട. അപ്പൊ ഇതാ ഞങ്ങള് ലഞ്ച് ഒക്കെ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പല്ലോടെ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാൽ സോറി കേട്ടോ മിസ്സായി, ഞാൻ പിന്നെ മനഃപൂർവ്വം എടുക്കാന്നില്ല. അപ്പോഴേ ഞങ്ങൾ ലഞ്ചൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ആദ്യം ഞങ്ങൾ എന്റെ ചാനലല്ല ഞാണെന്ന് അപ്പൊ ഇതാ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പ്ലാൻ മാറ്റി കേട്ടോ. ഞങ്ങൾ ജഡായു പാറ ഒന്നും നടക്കില്ല. അപ്പം ഞങ്ങൾ ഇവിടെ മാംഗ്രോവ് ഫോറസ്റ്റിലാണ് പോകണം. അവിടെ കുറച്ച് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ പോയി നോക്കട്ടെ. എന്നെ കൊണ്ട് ഞാൻ മലങ്ങിയത് കുഞ്ഞുമോളെ ജിഞ്ചർ ഗാർലിക് ഫ്രൈഡ് റൈസ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് മാംഗ്രോവ് ഫോറസ്റ്റിലൂടെ ഒരു മാംഗ്രോവ് സ്പോട്ട് ഉണ്ട് കേട്ടോ. അവിടെ ഇതുപോലെ കയാക്കിങ്ങും കൺട്രി ബോട്ടിങ്ങും പിന്നെ അതുപോലെ ബോട്ട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളും ഒന്ന് ബോട്ട് റൈഡ് ചെയ്യാന്ന് വിചാരിച്ചു. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ടോ. ഇത് നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ മറ്റേ ഈ ഒരു കേരള ഭംഗിയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കും. ഇതൊക്കെ എവിടെയാണാവോ നമ്മൾ വിചാരിക്കാറുണ്ട്. അതുപോലത്തെ നല്ല അടിപൊളി. ഇത് കായലാണോ? എന്താ കായലിന്റെ പേര്? വാ തോണി വാ കാണാം. ഇത്തിക്കര പക്കിനെ കുറച്ച് കഴിഞ്ഞാണ്. ഇത്തിക്കര കായലാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. തോണിയിൽ വാ കാണിച്ചു തരാം. ഇത്തിക്കര പക്കി ചിലപ്പോ അവിടെ ഉണ്ടാവും. നോക്ക് നല്ല രസമുണ്ട് കേട്ടോ കാണാന്. നിസ്സാരം. ഓ എന്ത് രസാ ഇവിടുന്ന് ഈ വീഡിയോയിൽ ഇത് കാണാന്. കാറ്റും അത് പുറത്ത്. പിന്നെ ഞങ്ങൾ മറ്റേ ലൈഫ് ജാക്കറ്റ് ഇട്ടോണ്ട് നല്ല സൺ പ്രൊട്ടക്ഷൻ കൂടിയാണ് കേട്ടോ. ഞാനും കേറിയിട്ടുണ്ട്. വെള്ളം കിട്ടിയ ഒന്ന് ചെറുതായിട്ട് കയ്യ നീളണ്ടല്ലോ. വല്ലാ ശരിയല്ലേ? വെള്ളം മാത്രല്ല കിട്ടുക. ഒന്നുകൂടി രണ്ടു കൊട എടുത്തോ? ആവശ്യം വരും. കൊട പിടിച്ചിരിക്കും കൂടെ. നീ പിടിച്ചാലും ഞങ്ങക്ക് സുഖം ഉണ്ടാവും. നീ വരുന്നില്ല. നമ്മള് റിലാക്സ് മോഡാണ്. അതിൽ ചോര ഒന്നും പിടിക്കല്ലേ. അത് സുലു കൊറേ കേറൂലെന്ന് പറഞ്ഞു കേട്ടോ. ആൾക്ക് പേടിയുണ്ട് ഇതൊക്കെ. അപ്പൊ പക്ഷെ ഞങ്ങൾ പിടിച്ച് കേറ്റി. എന്തായാലും മുങ്ങി പോവാണെങ്കിൽ നീ മാത്രമല്ല ഞങ്ങൾ മൊത്തം ഉണ്ട്. പിന്നെ ലൈഫ് ജാക്കറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേറിയ പിന്നെ ശരിയാവും. ആദ്യം തന്നെ ഈ പേടിയാണ് എന്ന് മനസ്സിലാലോചിച്ചിട്ടാ. അത്യാവശ്യം ധൈര്യമൊക്കെ ഉള്ള ആളാ. പക്ഷെ ഇങ്ങനെ ട്രൈ ചെയ്താലല്ലേ നമുക്കിത് പേടി ഉണ്ടോ ഇല്ലേ? ട്രൈയേ ചെയ്യൂല. അപ്പൊ അതായത് ഇപ്രാവശ്യം ഞങ്ങൾ ഇതിലൊക്കെ അവളെ കയറ്റി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആള് നല്ല ഉഷാറായി. പിന്നെ പാട്ടും കുത്തൊക്കെ ആയിട്ടോ. ഇതും ഇവിടെ വർക്കല വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ. ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞ കയാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്ത് കൂടി നമ്മളിങ്ങനെ പോകുമ്പോഴേ നമുക്ക് നാട്ടിൽ നമുക്ക് തിരക്ക് പിടിച്ച ലൈഫല്ലേ. പക്ഷെ നമ്മളെല്ലാം മറക്കും കേട്ടോ. കുറച്ച് നേരത്തേക്ക് നമ്മൾ അതിലങ്ങോട്ട് എന്താ പറയുക അതിലങ്ങോട്ട് ലയിച്ച് പോകും. വെറുതെ എല്ലാ ആളുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു ട്രിപ്പ് പോകണം. ഇപ്പം മറ്റു ട്രിപ്പിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്തേക്ക് പോകുമ്പോൾ കിട്ടുന്നൊരു റിലാക്സ് ഉണ്ടല്ലോ മനസ്സിൽ, അത് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരാണോ നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് അവരുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൂടെ, ഇനിയിപ്പോൾ ഒന്നുമില്ല ഒറ്റയ്ക്ക് കംഫർട്ടബിൾ ആളാണെങ്കിൽ ഒറ്റയ്ക്ക് എങ്ങനെയായാലും നമ്മളിതൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ട സംഭവങ്ങളാണ് കേട്ടോ. കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാവാം കൈകളിലെ ഊഞ്ഞാലാടുന്ന മയിലായി മുകിലും വീട്ടിലൊളിക്കാം സ്വർണ്ണമീനായി നീന്തി തുടിക്കാം വഞ്ചിപ്പാട്ടിന്റെ പിന്നിലേറാം
ചന്ദനക്കിണ്ണം ഉന്നമടക്കായലിൽ വീണ് കുഞ്ഞിളം കയ്യാമലെ കോരിയെടുക്കാൻ പൂവിന് അറിയാതെന്തെന്തേളനക്കം ചെറുമീനുക്കം മയക്കം അനുരാഗവിലോചനായി അതിവേറെ അല്ല അതൊക്കെ പറഞ്ഞു നമ്മള് മാറി ഞങ്ങളങ്ങനെ പേന് ചെറുപ്പം തുളുമ്പുന്ന നമ്മളൊക്കെ തുളുമ്പി കഴിഞ്ഞു. ഞങ്ങളത് രണ്ടാം ഘട്ട തുളുമ്പിൽ തുടങ്ങിയിട്ടുള്ളൂ. കള്ളിക്കുയിലേ നാട്ടുകായൽ തിരകൾ തുടിക്കുന്നു തകതിരെ അമ്പിളിച്ചുണ്ടൻ വെള്ളം പേരെന്തായിരുന്നു? അടിപൊളി റൈഡിങ്. ഞങ്ങളിതാ ബോട്ട് മൂപ്പർക്ക് ഒന്ന് കൊണ്ടുകൊടുക്കും. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണം തീർക്കാൻ ഇവിടുന്ന് ഒരു ഇളനീര് കുടിക്കാൻ വേണ്ടി നിർത്തിക്കാൻ ഞങ്ങള് ഷെയ്ക്കടിക്ക് തിരക്ക്. ഇന്നത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിൽ തിരിച്ചെത്താൻ പോകുന്നേ ഉള്ളൂ. എത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 4 മണി ആവരായി കേട്ടോ. ചൂണ്ടോണ്ടിരിക്കില്ല. ഇനി ഞങ്ങൾ പോയിട്ട് ഒന്നും ഫ്രഷ് ആയിട്ട് ഞങ്ങൾക്ക് ബീച്ചിൽ പോണം. കടലിൽ കുളിയാണ് അടുത്ത പ്രോഗ്രാം. അവിടെ ആരൊക്കെ? നമ്മള് വൈൻസല്ലോ സയാനല്ലേ? സയാൻ ഞങ്ങളെ കൂടെ വന്നില്ല കേട്ടോ. സയാൻ ഞങ്ങളെ കൂടെ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. ആളിതാ ഫുള്ള് കുളിയിലാ. ഉണ്ണിയൂട്ടിന് നല്ല ഉറക്കക്ഷീണമെന്ന് പറഞ്ഞിട്ട് ആള് വന്നില്ല. അവന് സായിക്കുട്ടിനും വന്നില്ല. അപ്പം ഞങ്ങൾ 4 പേരും മാത്രമാണ് കേട്ടോ ഓട്ടോയിൽ പോയത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു ഈവനിങ്ങിൽ. ഞങ്ങൾ വൈകിട്ട് അങ്ങനെ ബീച്ചിലൊക്കെ പോയി കുറേ നേരം ബീച്ചിലൊക്കെ കളിച്ചു. അങ്ങോട്ട് ബീച്ചിൽ വന്നിട്ട് ഞങ്ങൾ നേരെ ഇവിടുത്തെ പൂളിലാണ് കേട്ടോ ചാടിയത്. അങ്ങനെ അതും കഴിഞ്ഞിട്ടാണ് പിന്നെ രാത്രി കുളിച്ച് ഫ്രഷായി ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയി കേട്ടോ. ഇവിടുത്തെ നൈറ്റ് ഒരു 12 o'clock വരെ ഇതുപോലെ നല്ല നല്ല ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. നല്ല വൈബായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടി ഞാൻ പല റിസോർട്ട്സിൻ്റെ സൈഡിൽ കൂടി ഒരുപാട് ദൂരം നല്ല നല്ല ഷോപ്പ് ചെയ്യാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും റിസോർട്ട്സും കഫേകളും ഒക്കെ ഉണ്ട്. അപ്പം നൈറ്റ് എല്ലാവരും ഇങ്ങനെ ഫുള്ള് വാക്കിങ്ങിന് പോകും കേട്ടോ. അപ്പം ഞങ്ങളും നെക്സ്റ്റ് അങ്ങനെ ഒരു വാക്കിംഗ് ചെയ്യാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അത് നമ്മളിങ്ങനെ എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് സംസാരിച്ച് നല്ല രസമായിരുന്നു ആ ഒരു ടൈമൊക്കെ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെറുക്കൻ്റെ കോഫി 2 നല്ല കോഫി ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട്. കുട്ടറ കോഫി 2 കോഫി കുടിച്ചിരിക്കുക ഗൈസ്. എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നവരൊക്കെ. പിന്നെ ഞങ്ങൾ ഫുഡ് നമ്മുടെ റിസോർട്ടിൽ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. നമുക്കിവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. പക്ഷേ ഫുഡൊക്കെ നമ്മൾ പെയ്ഡ് തന്നെയാണ് കേട്ടോ. അതായത് ഞങ്ങൾ നല്ല ഫ്രൈഡ് റൈസും ബട്ടർ നാനും ചിക്കനും അങ്ങനെ എല്ലാ ഐറ്റംസും കഴിച്ച് ഏകദേശം വയറൊക്കെ ഫുള്ളായി. പിന്നെ നൈറ്റിൽ ഏകദേശം ഒരു 12 o'clock ആയപ്പോൾ ഞാനും സുലും പോയി കേട്ടോ. ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുട്ടികൾ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ടൂറിൻ്റെ സെക്കൻഡ് വീഡിയോ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ റിസോർട്ട്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അസ്സലാമു അലൈക്കും, ടാറ്റാ.